ഫസ്റ്റ് മനസ്സിലാവുന്നത് 29-ാം തീയതി വൈകിട്ടാണ് മനസ്സിലാവുന്നത്. ഇങ്ങനെ ഒരു മംഗലാപുരത്തൊരു വിഷയം, ഇവന് ഈ പ്ലാസ്റ്റിക് എല്ലാം ഒരു ഒരു സെയ്ദ് എന്ന് പറയുന്ന ഒരു വ്യക്തിൻ്റെ അടുത്താണ് കൊടുക്കുന്നത്. അപ്പോൾ പോലീസ് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് മൂപ്പർ വഴി സെയ്ദ് വഴിയാണ് നമ്മുടെ പുൽപ്പള്ളിയുള്ള നമുക്ക് അവിടെ ഒരു ഷോപ്പുണ്ട്, അവിടുത്തെ നമ്പർ ഇപ്പോൾ അഷ്റഫിൻ്റെ കയ്യിലുണ്ടാവും. ആ നമ്പറിലോട്ടാണ് ഇവിടുന്ന് വാട്സപ്പിൽ നിന്ന് ഒരു കോൾ, ഒരു ഫോട്ടോ വന്ന് ഈ വ്യക്തിനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചിട്ട് ഒരു ഇൻഫർമേഷൻ വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് തിരിച്ചറിയുണ്ടായത്. ഇപ്പോൾ കേസിൽ എന്താ പ്രോഗ്രസ്? കേസിൽ നമുക്ക് ആക്ച്വലി ഒരുപാട് കൺഫ്യൂഷനാണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് FIR രജിസ്റ്റർ ചെയ്യുന്ന പകരം UDR രജിസ്റ്റർ ചെയ്തു. അൺനാച്ചുറൽ ഡെത്തായിട്ടാണ് ഇത് ആദ്യം പോലീസ് എടുത്തത്. അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഇത് ഒതുക്കി തീർക്കാനുണ്ടായ ഒരു പ്രശ്നം അവിടുന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് പിന്നെ പല ആളുകളുടെയും സമ്മർദ്ദം മൂലം ഒരു ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം വന്നായിരുന്നു. അതിൻ്റെ പുറത്താണ് പിന്നീട് പ്രതികളെ അറസ്റ്റ് ചെയ്യലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അതിൽ തന്നെ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കമ്മീഷണർ ചുമതല ഏറ്റിട്ടുണ്ട്, സുധീർ കുമാർ റെഡ്ഡി. അദ്ദേഹം കുറച്ച് നമ്മൾ സംസാരിച്ചിട്ടും നമ്മളൊരു കേരളത്തിലുള്ള ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ നമുക്ക് അവിടെ ഒരു അന്വേഷണം ഹീസ് വെരി ജെന്യു ആണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം. നമുക്കൊരു കൃത്യമായ ഒരു നല്ല വിധത്തിൽ ഇനി പോകും എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു. നമ്മളിപ്പോൾ ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ടൊക്കെ ഇപ്പോൾ ഇന്ന് നമ്മൾ കണ്ടെത്തിയതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഒരുപാട് ആശങ്കകൾ അതിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അതെല്ലാം പരിഗണിച്ചിട്ട് അന്വേഷണം നല്ല വിധത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. കേരള ഗവൺമെൻറ് ത്രൂ കർണാടക ഗവൺമെൻറ്റിക്ക് എന്താ പ്രഷർ ചെയ്തിട്ടുണ്ട്? ഇല്ല, ഞങ്ങൾ അവിടുന്ന് പൗരസമിതി അവിടുന്ന് ഒരു റിക്വസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും എൻ്റെ അറിവിൽ ഇതുവരെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കർണാടക ഗവൺമെൻറ്റിന് എന്തെങ്കിലും പ്രഷറായിട്ട് പോയതായിട്ട് നിലവിൽ എൻ്റെ അറിവിലില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗവൺമെൻറ് തലത്തിലാണ് വേണ്ടത്. നമുക്ക് അവിടുത്തെ മന്ത്രി നമ്മുടെ വീട് സന്ദർശിച്ചിരുന്നു, OR കേളു. അദ്ദേഹം പിന്നെ നേരിട്ട് നമ്മുടെ ഇതിൻ്റെ ആക്ഷൻ കമ്മിറ്റി തന്നെ നേരിട്ട് മുഖ്യമന്ത്രിനെ കണ്ട് ലെറ്റർ സമർപ്പിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു തരത്തിലുള്ള ഒരു ഇടപെടലൊന്നും കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ഈ കേരള ഗവൺമെൻറ് ഫസ്റ്റ് പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന തന്നെ ഉത്തർപ്രദേശിൽ നടന്ന അഖ്ലാഖ് വിഷയമൊക്കെ ഏറ്റെടുത്തിട്ടാണ് ഇതിലോട്ട് വരുന്നത്. പക്ഷേ ആ ഒരു ഗൗരവത്തിൽ ഒരു മലയാളിക്ക് ഇത് സംഭവിച്ചു എന്നുള്ള ഒരു ഗൗരവത്തിൽ കേരള ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് നമുക്കുള്ളൊരു പരാതിയാണ്. അതൊരു നഗ്നമായിട്ടുള്ളൊരു സത്യമാണ്. നിങ്ങളല്ല കർണാടക ഗവൺമെൻറ് ഡിമാൻഡ്സ് എന്താ? നമുക്ക് ഒറ്റ ഡിമാൻഡ്സ് മാത്രമേ, ഈ വ്യക്തിക്ക് നീതി കിട്ടുക. കാരണം എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് നീതി കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ട് ഈ ഒരു കേസ് ഉയർന്നു വരാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒറ്റയടിക്ക് പെട്ടെന്ന് ഉണ്ടായതല്ല. ഇത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇത് ഒരു അൺനാച്ചുറൽ ഡെത്താക്കി മാറ്റാൻ, അഥവാ വെച്ചാൽ ഈ മരണം ഒരു അസ്വാഭാവിക മരണമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തിയെടുത്തുനിന്ന് ഈ ഒരു ഗൗരവത്തേക്ക് വരെ ഇത് എത്താനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 വർഷം കഴിഞ്ഞിട്ട് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു, നമ്മൾ ആ പ്രതികളോട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമല്ല, ഒരു എന്താ പറയുക, ഒരു മാനസികാവസ്ഥയുടെ പ്രശ്നമാണ്. ഒരു വ്യക്തിനെ ഒരു ആരോഗ്യം കുറഞ്ഞ കണ്ടാൽ തന്നെ അറിയാം ഒരു മാനസിക പ്രശ്നമുണ്ട് എന്ന് നമുക്ക് ഒരു പ്രത്യക്ഷത്തിൽ അറിയുന്ന ഒരു വ്യക്തി അതിക്രൂരമായി കൊന്നു. അത് കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല, 2 മണിക്കൂർ ആ വ്യക്തിനെ അവിടെ കന്നു. അത് വെച്ച് മരിച്ചു കിടന്നിട്ട് അവിടെ ക്രിക്കറ്റ് കളിച്ചു എന്ന് പറഞ്ഞൊരു മനോഭാവമുണ്ട്. ആ മനോഭാവത്തിനെതിരെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബഹുഭൂരിപക്ഷം നമ്മുടെ രാജ്യത്തുള്ള ബഹുഭൂരിപക്ഷ ആളുകളും മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് ഈ അഷ്റഫ് കേസിൽ എന്തിനും ഭാവിയിൽ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഈ ഒരു വിഷയത്തെ ഇത്ര ഒതുക്കി തീർക്കാൻ ശ്രമിച്ചിട്ടും ഈ ഒരു രൂപത്തിലോട്ട് ഉയർന്നു വന്നു, പ്രതികൾക്ക് ശിക്ഷ കിട്ടി. അത് ഭാവിയിൽ എല്ലാ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും ഒരു പാഠമാവണം, എന്താ പറയുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അവനക്കുള്ള അഷ്റഫിനുള്ള നീതി എന്ന് പറയുന്നത് അതാണ്. അത് നമ്മുടെ നാടിനോടുള്ള നീതിയാണ്. നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ട്, ജുഡീഷ്യറി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഓരോ വ്യക്തികളുടെ ഞാൻ അഷ്റഫിൻ്റെ ഒരു സഹോദരനാണ് എന്നുള്ളതല്ല, നമ്മുടെ ഓരോ വ്യക്തികൾക്കും ഏത് ജാതിയുടെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സംഭവിക്കാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ച് ഒരാൾ ഒരു മതത്തിൻ്റെ പേരിൽ ഒരു ജാതിയുടെ പേരിൽ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് അത് നമ്മുടെ രാജ്യത്തോടുള്ള ഒരു ദ്രോഹമാണ്, രാജ്യദ്രോഹമാണ് അത്.
അപ്പോൾ അതിന് എഗെയിൻസ്റ്റാണ് നമുക്ക് ഇതുള്ളത്. അല്ലാണ്ട് ആ വ്യക്തി ആ 21-26 പ്രതികൾ എന്നുള്ള അവരോട് മാത്രമുള്ള ഒരു യുദ്ധമല്ല നമ്മളത്. ഇങ്ങനത്തെ ഒരു വ്യവസ്ഥിതി ഉണ്ട്. ഇതിന് ഒരുപാട് ഇന്ധനം പകരുന്ന ഒരുപാട് സ്പീച്ചുകളുണ്ട്, അങ്ങനത്തെ കാര്യം. അതിനൊക്കെ എഗെയിൻസ്റ്റാണ് നമ്മുടെ പോരാട്ടമുള്ളത്. അതാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മുടെ ഈ പോരാട്ടം അതിനും കൂടി എതിരായിട്ടാണ്.